ഇന്നലെ ബി.ജെ.പിയുടെ വിജയം അത്ര സഹിച്ചിട്ടില്ല CPM-കാർക്ക്. അടക്കം കൊണ്ടുപോയത് UDF ആണെങ്കിലും അതിലും സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം പാനൂരിൽ നമ്മൾ കണ്ടു വടിവാളുമായിട്ട് വിജയിച്ചതിൻ്റെ പേരിലാണ് ആത്മരോഷം സഹിക്കാൻ പറ്റാതെ ഒരു UDF പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് വടിവാളുമായിട്ടൊക്കെ ചെല്ലുകയാണ്. ഇപ്പോൾ അവർക്കെതിരെ ആ ചെന്ന 50ഓളം CPM പ്രവർത്തകർക്കെതിരെ കേസുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കേരളം മൊത്തം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം പ്രതിഷേധമുള്ള CPM പ്രവർത്തകരുണ്ട്. അവർക്ക് അവരുടെ തോൽവിയെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് വേണ്ടേ നമ്മൾ വിലയിരുത്താനായിട്ട്? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഞാൻ വീഡിയോ കണ്ടു. ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് പോന്നു, മുന്നിൽ വടിവാളുമായിട്ട് നടക്കുന്നു, തലയിലൊക്കെ കെട്ടി ചുമന്ന കൊടിയൊക്കെ കെട്ടിയിട്ട് CPM പ്രവർത്തകർ പിടിച്ചുകൊണ്ട് വന്നു. സത്യത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സത്യത്തിൽ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഈ താലിബാൻകാർ, ഇതൊരു ISIS ഭീകരരൊക്കെ ഇല്ലേ, ഇതുപോലെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വെക്കുന്നു, പരസ്യമായിട്ട് തലവെട്ടുന്നു, ഇതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ വീഡിയോ കണ്ടിട്ടില്ലേ. അതേ രീതിയിലാണ് പിടിച്ചോണ്ട് പോകുന്നു. ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ ഇതിനെ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണോ, ചെയ്യുമോ, നമുക്കൊരു ആദി കയറി. അത്രേ ആ വീഡിയോ കാണുന്നുള്ളൂ. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായ. എന്തായാലും ഇത് കേരളത്തിലാണെന്ന് ഓർക്കുമ്പോൾ അങ്ങേയറ്റം ഭയാനകരമായ ഒരു കാഴ്ച. ഒന്ന് ആലോചിക്കൂ, ഇലക്ഷന് പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ BJP പരാജയപ്പെട്ട സ്ഥലങ്ങളില്ലേ, അതുപോലെ മറ്റു പാർട്ടികൾ പരാജയപ്പെട്ട സ്ഥലങ്ങളില്ലേ, ഇതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും ആയുധങ്ങളുമായിട്ടോ എന്തെങ്കിലും അക്രമകാരികളായിട്ടോ എവിടെയെങ്കിലും ഇറങ്ങിയോ? ഇത് CPM-ൻ്റെ സ്ഥിരം ശൈലിയാണ്. ഇതാണ് അവരുടെ തൊഴിൽ. അവർക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അവരിത്തരത്തിൽ അതിന് നേതൃത്വം നൽകുന്നവരെ ഇല്ലാതാക്കാനും ശ്രമിക്കും. ഇപ്പം ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങളൂടെ കഴിയുമ്പം ഇതിൻ്റെ ഒരു പ്രത്യാഘാതം കുറച്ചും കൂടി കൂടുമോ എന്ന് സംശയമുണ്ട്. കാരണം ഇപ്പം MM മണി എന്താ പറഞ്ഞത്, ക്ഷേമ പെൻഷൻ വാങ്ങിയെടുത്തിട്ട് അയാൾ കളിയാക്കുകയാണ്. സാധാരണക്കാരെ, പട്ടിണി പാവങ്ങളെ അയാൾ കളിയാക്കുകയല്ലേ ചെയ്തത്. സത്യത്തിൽ മാം, അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലല്ലോ, ചോദിക്കാതിരിക്കാൻ വയ്യ. കാരണം ഇത് അവരുടെ അതായത് ഈ പറയുന്ന പൊതുപ്രവർത്തകർ ആരുമായിക്കോട്ടെ, അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഈ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതെങ്കിൽ പറയുന്നത് കേട്ട് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് നമുക്ക് ആലോചിക്കാം. ഇത് അങ്ങനെയല്ലല്ലോ, എന്നിട്ടും പറയുകയാണ് ഇത്തരത്തിൽ. അല്ല, അതിലെ ഒരു അനൗചിത്യം ആലോചിക്കൂ. ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയോ കാലം ഡിലേഡ് ആയിട്ടാണ് പിന്നീട് ഇവർ ഈ ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടാണ് ഈ ക്ഷേമ പെൻഷനൊക്കെ പെട്ടെന്ന് പ്രഖ്യാപിച്ചതും കൊടുക്കാൻ തുടങ്ങിയതും. ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ചെയ്തത്. അതെല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടി വോട്ട് ചെയ്യും എന്ന് പറയുന്ന ഇവർ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇന്ന് ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. അത് മനസ്സിലാക്കാൻ MM മണിയെ പോലെയുള്ള നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ജനങ്ങളെ അപമാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തോ ഔദാര്യം തന്നില്ലേ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ശരിയാണോ എന്ന് ചോദിക്കുന്ന പോലെ ജനങ്ങളെ അപമാനിക്കുന്നു. ഇത് ഞാൻ വിചാരിക്കുന്നത് ഇതിന് രാഷ്ട്രീയക്കാരും ഒന്നും പറയാൻ പോകണ്ടെന്ന. ഇതിൽ ഇവിടുത്തെ സ്ത്രീകൾ, അഭ്യസ്തവിദ്യരായിട്ടുള്ള സ്ത്രീകളുണ്ട്, നമ്മുടെ മറിയക്കുട്ടി ചേച്ചിയെ പോലെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്. അവർ കർണത്തടിക്കും, ഒരു സംശയമില്ല. ഇത്തരം നേതാക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവർ കർണത്തടിക്കും. കാരണം ഇത് ഔദാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയും വൈകി അവർക്ക് കൊടുക്കുന്നതും പോരാ, എന്നിട്ട് അവരെ അപഹസിക്കുകയും കൂടിയാണ് ഇവർ ചെയ്യുന്നത്. ഇത്തരത്തിൽ അവരൊക്കെ ആകെ പിടിവിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ വിജയത്തിൽ എന്താ പറഞ്ഞത്? തിരുവനന്തപുരം കേവലം ഒന്നുമല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു വിജയമാണെന്നുള്ള രീതി വരുത്തി തീർക്കാൻ നോക്കി. പക്ഷെ ഇന്ന് കേരളം മുഴുവൻ ആഘോഷിക്കുക, എല്ലാവരും ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം സത്യത്തിൽ ആഗോളതലത്തിൽ പ്രശസ്തമായി മോദിയുടെ വന്നതോടുകൂടി. മോദിജി വരാൻ പോവുകയാണ്. അമിത്ഷാജി കൊച്ചിയിൽ വന്നപ്പോൾ പറഞ്ഞ എന്താ? അദ്ദേഹം പറഞ്ഞു, ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾ 25% വോട്ട് ഷെയർ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കൂ. ബാക്കി നിയമസഭയുടെ കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ചിരുന്ന് ആലോചിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം അത്രയും കോൺഫിഡൻ്റ് ആണ് ദേശീയ നേതൃത്വം. അപ്പോൾ കേരളത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് തിരുവനന്തപുരത്ത് ഏതൊക്കെ രീതിയിൽ ഇതിനെ അട്ടിമറിക്കാമെന്ന് ശ്രമിച്ചു BJP-യുടെ മുന്നേറ്റത്തെ. ഒന്നും നടന്നില്ല. 35 സീറ്റിൽ നിന്ന് 50 സീറ്റിലേക്ക് ഓടിക്കയറിയായിരുന്നു BJP. അപ്പോൾ അത് ജനങ്ങളുടെ അംഗീകാരമാണ്. ഇവർ വിജയിക്കുമ്പോൾ മാത്രം അത് ജനങ്ങളുടെ അംഗീകാരവും, മറ്റുള്ളവർ വിജയിക്കുമ്പോൾ അത് മറ്റെന്തോ ആണെന്ന് പറയുന്ന
ആ ജനാധിപത്യം എന്താണെന്നാണ് ഇവിടെയുള്ളവർക്ക് മനസ്സിലാകാത്തത്. അത് ഇവർ പൊതുവായിട്ട് കരുതിക്കൊണ്ടിരുന്നത് അതായത് കൃത്യമായ ഒരു ഭരണമാറ്റം ഉണ്ടല്ലോ, 5 വർഷം LDF, 5 വർഷം UDF, ഇങ്ങനെ മാറി വരും. അതിലൊരു മാറ്റം സംഭവിച്ചത് ഈ കഴിഞ്ഞ തവണയാണല്ലോ, 2ാമത്തെ ടേം കൂടി വന്നു. അപ്പോൾ ഇവർ പ്രതീക്ഷിക്കാതെ BJP ഇവിടെ വളരില്ല. കാരണം ഇവർ തന്നെ സ്വയം ജനങ്ങളുടെ തലയിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, പ്രബുദ്ധ കേരളം. അതുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഇന്ന് ജനം തിരിച്ചറിയാൻ തുടങ്ങി കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഒരു ഭരണകൂടം മുന്നോട്ട് പോകേണ്ടത്. കാരണം BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് ഇപ്പോൾ ഏറ്റവും താഴെക്കിടയിലുള്ളവർ പോലും പലപ്പോഴും സംസാരിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയും, അവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ഇവിടെ ഇവർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യില്ലേ. നമ്മളെപ്പോഴും ഇനി ഒന്നും അവർ ഭരിച്ചു നോക്കട്ടെ എന്താണ് എന്ന് ചിന്തിക്കുന്നതിലേക്ക് മാറി തുടങ്ങി എന്നുള്ളതാണ് CPMൻ്റെ ഭയം. സത്യമാണത്. കാരണം ഞാനതിന് നേരിട്ടൊരു ഉദാഹരണമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മത്സരിച്ചിരുന്നു. നമുക്ക് ഒരിക്കലും വോട്ട് ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു വിഭാഗമാണ് ന്യൂനപക്ഷ വിഭാഗം, ക്രിസ്ത്യൻ വിഭാഗം. പക്ഷേ അവർ ആകെ മാറിയിരിക്കുന്നു വളരെ പോസിറ്റീവായിട്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഈ പല വീടുകളിലും ചെല്ലുമ്പോൾ നമ്മൾ മുറ്റത്ത് നിന്ന് നമ്മളുടെ നോട്ടീസ് വാങ്ങും, ശരി നോക്കാം എന്ന് പറഞ്ഞ്. ഡോറിൻ്റെ മുഴുവൻ ഭാഗത്ത് പോലും അവർ വന്നിട്ടുണ്ടാവില്ല, ഡോറിൻ്റെ ഒരു സൈഡിൽ നിന്നിട്ട് ശരി കേട്ടോ എന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിടുന്ന അതേ വീടുകളിൽ ഞാൻ ഇപ്രാവശ്യം ചെന്നപ്പോൾ കയറിയിരിക്കൂ, രാഷ്ട്രീയം സംസാരിക്കുന്നു, ഇതേ രീതി. അതായത് ഞങ്ങളൊരു മാറ്റത്തിന് റെഡിയാണ്, ഞങ്ങൾ നോക്കാം എന്ന് പറയുന്ന രീതി. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും, കാരണം അവിടെ ഒന്നുമില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ ഡിമാൻഡ് ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം, ചെയ്യുമല്ലോ അല്ലേ, മാറ്റത്തിന് ശ്രമിക്കാം എന്ന് പറഞ്ഞ് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ വിളിച്ചിരുത്തി നമ്മളോട് വെള്ളം കുടിക്കണോ, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന ആ ഒരു വിഭാഗത്തെ നമ്മൾ കണ്ടു. അതായിരുന്നു സത്യത്തിൽ എനിക്ക് തോന്നുന്നു BJP കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള എല്ലാവരുടെയും മുന്നോട്ടുള്ള പോക്കിൻ്റെ ഒരു വലിയ ശക്തി അതായിരുന്നു. അതിന് കിട്ടിയ മറ്റൊരു റിസൾട്ട്, ഒരു രാഷ്ട്രീയ വിജയമാണ് മുനമ്പത്തുണ്ടായിരിക്കുന്നത്. മുനമ്പം മുഴുവൻ BJPയുടെ ഒപ്പം നിന്നില്ലേ. അവിടെ എന്താണ്, ഒരു വലിയ പ്രശ്നത്തിൽ ഇടപെട്ടു, അവർ അത് തിരിച്ചറിഞ്ഞു, കൂടെ നിന്നു. മുനമ്പം ഒരു രാഷ്ട്രീയ വിജയമാണ്. ഇതേപോലെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് അതൊരു വലിയ വിജയത്തിലേക്ക് ഒന്നിച്ചു പോകാതിരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ ചില ഘടകങ്ങൾ കൊണ്ടാണ്. എനിക്ക് വളരെ നല്ല രീതിയിൽ ന്യൂനപക്ഷ വോട്ടുകൾ വന്നിട്ടുണ്ട് ഇത്തവണ. കഴിഞ്ഞ തവണ ഞാനത് പറയില്ല. നമുക്കറിയാമല്ലോ ആരൊക്കെ എവിടെ നിന്നൊക്കെ വോട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. കൃത്യമായിട്ട് ആ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രജിത ചോദിച്ച പോലെ ഇവർ പറഞ്ഞു വരുത്തുന്ന ഒരു പ്രബുദ്ധ കേരളം ഇല്ലേ, സത്യത്തിൽ പ്രബുദ്ധ കേരളം തന്നെയാണ്, ഞാനത് അംഗീകരിക്കുന്നു. ജനങ്ങൾ ഇപ്പോഴാണ് രാഷ്ട്രീയ പ്രബുദ്ധരാകുന്നതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരത് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായ ഒരു മാറ്റമാണ് തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരിക്കുന്നത്. 15 സീറ്റിൽ നിന്ന് 21 സീറ്റിലേക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആണ് ഇന്നവിടെ, NDA ആണ്. ആ ഒരു വ്യത്യാസം, അത് രാഷ്ട്രീയത്തിന് പേരുകേട്ട സ്ഥലമാണ് തൃപ്പൂണിത്തുറ, അറിയാമല്ലോ ഞാൻ പറയാതെ. അവിടെ നമ്മളൊരു കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം മാത്രമല്ല, കോഴിക്കോട് ഇരട്ടി സീറ്റായിട്ട് വർദ്ധിപ്പിച്ചു. കോർപ്പറേഷനിൽ എവിടെയാണ് BJP മുന്നോട്ട് പോകാത്തത്? എല്ലാ കോർപ്പറേഷനിലും BJP സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. കണ്ണൂർ 4 സീറ്റ്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് കണ്ണൂരാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇന്നലെ എന്നോട് ഫോൺ എടുത്ത് പറഞ്ഞു, കണ്ണൂർ BJPക്ക് 4 സീറ്റ്. അപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പോൾ മൂപ്പരും ചിരിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു മാറ്റമാണെന്ന് അവരും തിരിച്ചറിയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു മാറ്റത്തിലേക്ക് അവിടെയുള്ളവർ പോലും, കാരണം നമ്മളെപ്പോഴും പറയും കണ്ണൂർ CPMൻ്റെ കോട്ടയാണ്. ശരിയാണ്, ഞാൻ അവിടുത്തെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്കും ഒരു അത്ഭുതമാണ്, അവിടെ ഒരു മാറ്റം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും എന്ന് പറയുമ്പോൾ കേരളം മുഴുവൻ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കണ്ണൂർ ഒരു എക്സാമ്പിളാണ്. വടക്കോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണൂർ ആ മാറ്റം, തെക്കൻ രാഷ്ട്രീയം, എന്നും ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്ന തെക്കൻ രാഷ്ട്രീയം, തിരുവനന്തപുരം ആദ്യമായിട്ടാണ് BJPയുടെ മേയർ ഉണ്ടാവാൻ പോണത്. അതൊരു മാറ്റമാണ്. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഭാഗങ്ങളിലൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സീറ്റ് വർധനവ്, നമ്മൾ ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചിട്ടുണ്ട്, മുനിസിപ്പാലിറ്റികളിൽ വൻ നേട്ടം, തൃപ്പൂണിത്തുറ ഉൾപ്പെടെ, തൃപ്പൂണിത്തുറയും അതുപോലെ പാലക്കാട് മുനിസിപ്പാലിറ്റി, എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു, പാലക്കാട് മുനിസിപ്പാലിറ്റി നമ്മൾ നിലനിർത്തി. ഇതെല്ലാം വോട്ട് ഷെയർ BJP ആഗ്രഹിച്ച, BJPയുടെ ദേശീയ നേതൃത്വം ആഗ്രഹിച്ച പോലെയുള്ള ഒരു വോട്ട് ഷെയറിലേക്ക് BJP വന്നിരിക്കുന്നു. സീറ്റുകൾ ഏതാണ്ട് 25% വർധനവിലേക്ക്
എത്തിയിരിക്കുന്നു. കൊല്ലത്ത് ആദ്യമായിട്ടാണ് ഇത്രയും സീറ്റുകൾ കോർപ്പറേഷനിൽ BJP പിടിക്കുന്നത്. ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പോടുകൂടി. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്, അടുത്ത ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. തീർച്ചയായിട്ടും BJP ഇത്തവണ നിയമസഭയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.